അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ. രസകരമായ ഒരു സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മൻ റബ്ബുക, പ്ലീസ് വെയിറ്റ്, ക്ലിപ്പുണ്ട്. വമാ ദീനുക, വെയിറ്റ്, ക്ലിപ്പിട്ട് തരാം. ഇങ്ങനെ ഒരു ദീൻ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ആരാണ് നിങ്ങൾക്ക് ഈ ക്ലിപ്പ് ദീൻ പഠിപ്പിച്ചത്? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഇനി ചോദിക്കുന്നുണ്ട് അദ്ദേഹം, കേൾക്കാം. നിങ്ങളുടെ അസിലിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നാ ചോദിച്ചത്, തെളിവുണ്ടോന്നാ ചോദിച്ചത്, ക്ലിപ്പുണ്ടോന്നല്ല. അല്ല, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ക്ലിപ്പിടുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നത്? ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, അതുകൂടി കേൾക്കാം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് അല്ലാഹ് പഠിപ്പിച്ച ദീനാണോ നിങ്ങൾ പറയുന്നത്? വിസ്റ്റം പ്രവർത്തകരെ, അതെ. അതിൽ യാതൊരു സംശയമില്ല. എന്തിനാ സംശയിക്കുന്നത്? അപ്പോൾ വീണ്ടും മൂപ്പരുടെ ചോദ്യമുണ്ട്, അതുകൂടി കേൾക്കാം. ആയത്തെവിടെ, ഹദീസ് എവിടെ, ദലീൽ എവിടെ, പ്രമാണം എവിടെ? ഓ, ആയത്തും ഹദീസുമാണോ വേണ്ടത്? അതിന് ഉത്തരം പല വിധത്തിലുണ്ടല്ലോ, നമുക്ക് കേൾക്കാം. അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. മറുപടി പല വിധത്തിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ വീണ്ടും മൂപ്പര് ചോദ്യം എന്തെന്നറിയോ? അത് നമുക്ക് കേൾക്കാം. സ്വഹീഹായ ഹദീസുണ്ടോ? ഒരു ഹദീസല്ല, അര ഹദീസ് മതി. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ? അത് ഒരായത്ത് വേണ്ട, അരായത്ത് മതി. അരായത്തല്ല, മുഴുവൻ ആയത്തും തരാം, ഹദീസും തരാം, പണ്ഡിത ഉദ്ധരണികളും തരാം, മുജാഹിദ് പണ്ഡിതന്മാരുടെ സംസാരവും തരാം. ആദ്യം നമുക്ക് അനസ് മൗലവി പണ്ട് 2012 മുമ്പ് പറഞ്ഞു വെച്ചത് തന്നെ നമുക്കൊന്ന് കേൾക്കാം. നീ ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്? ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പോൾ വടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്? അതെ, ഖുർആനും സുന്നത്താണ് പറയുന്നത്. അന്ന് 2012 മുമ്പ് അനസ് മൗലവി ഖുർആനും സുന്നത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അന്ന് പറഞ്ഞത് ഇന്ന് വീഡിയോകളായി ഇറങ്ങുന്നത് ഖുർആനും സുന്നത്തും അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് സ്റ്റേജിൽ ബാലരമയും ബാലഭൂമിയും കളിക്കുടുക്കയും ഒക്കെ ആയിരുന്നു വായിച്ചിരുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യം നമുക്ക് കേൾക്കാം. അപ്പോൾ ഉടൻ തന്നെ മൊബൈൽ എടുക്കും, ക്ലിപ്പുണ്ട്. ഇവർ മരിച്ചു പോകുമ്പോൾ കൂടെ ഇത് കൂടെ കൊടുത്തു വിടണം. കാരണം അവിടെ ഖബറിൽ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, പ്ലീസ് വെയിറ്റ്, ക്ലിപ്പുണ്ട്. വമാ ദീനുക, വെയിറ്റ്, ക്ലിപ്പിട്ട് തരാം. ഇങ്ങനെ ഒരു ദീൻ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ആരാണ് നിങ്ങൾക്ക് ഈ ക്ലിപ്പ് ദീൻ പഠിപ്പിച്ചത്? പ്ലീസ് വെയിറ്റ്. ഈ ക്ലിപ്പ് എന്തുകൊണ്ടിടുന്നു എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവണമല്ലോ. ഈ ക്ലിപ്പ് ഇടുന്നത് അന്ന് മടവൂരികൾ 2012 മുമ്പ് ഇതേ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് സ്റ്റേജുകൾ കെട്ടി ഏറ്റവും കൂടുതൽ മറുപടി പറഞ്ഞത് അനസ് മൗലവിയായിരുന്നു. ആ അനസ് മൗലവിയുടെ അന്നത്തെ മറുപടി ഖുർആനും സുന്നത്തും പണ്ഡിത ഉദ്ധരണികളും മുജാഹിദ് പാരമ്പര്യവുമായിരുന്നു. എന്നാൽ ഇന്ന് ആദർശം മാറ്റിയപ്പോൾ, സ്ഥാനമാനങ്ങൾ മോഹിച്ചപ്പോൾ, നിങ്ങൾ പലതും മാറ്റിമറിച്ചപ്പോൾ ഇന്ന് ആ സംസാരങ്ങൾ നിങ്ങൾക്ക് മറുപടിയാണ്. യഥാർത്ഥത്തിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന അവസ്ഥ. അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ ക്ലിപ്പിടുന്നത് എന്നത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം. സാധാരണ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമാണ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ഹദീസിലെ ഒരു ഭാഗം. ആ ഭാഗം എടുത്തു വെച്ച് ദുർവ്യാഖ്യാനിക്കുമ്പോൾ, അതെ 2012 അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ മടവൂരികൾ സാധാരണ ദുർവ്യാഖ്യാനിക്കുന്ന ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അനസ് മൗലവി അന്ന് മടവൂരികൾക്ക് മറുപടി പറയാൻ, അന്നത്തെ അനസ് മൗലവിയുടെ സംസാരം ഇന്ന് KNMന്റെ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന അനസ് മൗലവിക്ക് മറുപടിയാണ്. ശരി, ബാക്കി കേൾക്കാം. ആ ഭാഗം എടുത്തു വെച്ച് ദുർവ്യാഖ്യാനിക്കുമ്പോ വളരെ മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് നൽകി വന്നൊരു മറുപടിയുണ്ട്. എന്താണ് ഒന്നുകൂടി കേൾക്കുക. വളരെ മുമ്പ് തന്നെ കേൾക്കുക. ആ ഭാഗം എടുത്തു വെച്ച് ദുർവ്യാഖ്യാനിക്കുമ്പോ വളരെ മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് നൽകി വന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണെന്നറിയോ? ആ മറുപടി എണ്ണി കിതാബുകൾ ഉദ്ധരിച്ച്, പണ്ഡിത ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട്, നമ്മുടെ മുൻകാല മുജാഹിദ് നേതാക്കന്മാർ എഴുതി വെച്ചതിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് അനസ് മൗലവി സംസാരിച്ച മറുപടി നമുക്ക് കേൾക്കാം. മുജാഹിദുകളുടെ തെളിവായി ഉദ്ധരിച്ചു. 1, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഗൈബ് എന്ന് പറയുന്ന പുസ്തകം. 2, സലാം സുല്ലമി എഴുതിയ ബുഖാരിയുടെ പരിഭാഷ. 3, ചെറിയ മുണ്ടം ശബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങളും ആ ചോദ്യോത്തരങ്ങൾ യുവത പുസ്തകമാക്കിയിട്ട് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 78ാമത്തെ പേജിലുള്ള വാചകവും. ഒയ്ബിയായ നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല,
ആരെയും ഉപദ്രവിക്കില്ല. അല്ല കഴിവില്ല. ജിൻ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? അപ്പോൾ വിശദീകരിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ കാലങ്ങളായി മുജാഹിദുകൾ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ ഉദ്ധരണികൾ അനസ് മൗലവി ഇവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞു. ആ ഉദ്ധരണികളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് അനസ് മൗലവി KNMന്റെ വേദിയിൽ ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഈ ക്ലിപ്പുകൾ അന്ന് മടവൂരികൾക്ക് പറഞ്ഞു വച്ച മറുപടികളെ ഇന്ന് ക്ലിപ്പായിക്കൊണ്ട് എടുത്ത് കാണിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ആദർശ വ്യതിയാനം നിങ്ങൾക്ക് സംഭവിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് ഈ ക്ലിപ്പിനെ ഭയപ്പെടുന്നത്? നമ്മൾ ക്ലിപ്പിടുന്നത് എന്തിനാണ്? നിങ്ങളുടെ വാക്കുകൾ ഖുർആനിനും സുന്നത്തിനും കിടപിടിക്കുന്ന വലിയ മഹത്വമേറിയ സംഭവമായതുകൊണ്ടല്ല, മറിച്ച് 2012 മുമ്പുള്ള നിങ്ങളുടെ ആദർശം ഇന്നു മാറ്റി ഇന്ന് മടവൂരികളോടുകൂടി ചേർന്ന് ലയിച്ച് ജീവിക്കുന്നു. ആദർശത്തിൽ നിങ്ങൾക്ക് വ്യതിയാനം വന്നു. അല്ലാതെ നിങ്ങളുടെ സംസാരം ക്ലിപ്പുകൾ ഖുർആനിനും സുന്നത്തിനും കിടപിടിക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിശൂന്യമാണ്, നിങ്ങളുടെ അറിവില്ലായ്മയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. മാന്യരായ എൻ്റെ ശ്രോതാക്കളോട് ഉണർത്താനുള്ളത്, ആദർശ വ്യതിയാനം വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ക്ലിപ്പുകളെ ഭയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിന്, അനസ് മൗലവിയുടെ സംസാരത്തിന് ഇന്ന് അനസ് മൗലവിയുടെ ക്ലിപ്പുകൾ തന്നെ മറുപടിയായി ധാരാളമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ക്ലിപ്പുകളെ ഭയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ശരിയായ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.